ഇന്ന് നമ്മളൊരു ഹലുവയാണ് തയ്യാറാക്കുന്നത്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹലുവ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ഹലുവ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയം വേണ്ടി വരും. ഇതെന്നാൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഹലുവ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹലുവയാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രക്കും ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹലുവ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നുറുക്ക് ഗോതമ്പിനെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഞാനിവിടെ ഇത് 4 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് അത്ര സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. കുറച്ചധികം സമയം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇത് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പറ്റുമെങ്കിൽ കുറച്ചധികം സമയം തന്നെ കുതിർത്ത് വെക്കാം. ഇനി നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കുറച്ചധികം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്താൽ മതി. അരച്ചതിന് ശേഷം വീണ്ടും നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇതിനെ വലിയ അരിപ്പയിലൊന്ന് അരിച്ചതിന് ശേഷം വീണ്ടും 2 തവണ ചെറിയ അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം നമുക്കിതിൻ്റെ പാല് മാത്രമേ ആവശ്യമുള്ളൂ. ഒട്ടും തന്നെ ഇതിൻ്റെ ഒരു പൊടി വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ 3 തവണയായിട്ട് അരിച്ചെടുക്കുന്നത്. നമ്മൾ 2 തവണ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചായ അരിച്ചെടുക്കുന്ന അരിപ്പയിൽ അരിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പൊടിയില്ലാതെ നമുക്ക് ഈ ഒരു പാല് മാത്രം കിട്ടും. അരിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ചെറിയ ചെറിയ പൊടി ഇതിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. പാല് മാത്രമാക്കിയിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് 3 തവണ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഹൽവ ശർക്കരപ്പാനിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ 300 ഗ്രാം ശർക്കരയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 350 ഗ്രാം വരെ എടുക്കാം. ഈ ഒരു ശർക്കര പൊടിച്ച് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ നന്നായിട്ട് പാനിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി നല്ല പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പാല് കുറുക്കിയെടുക്കാം. അപ്പോൾ പാലൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിലും കൂടുതൽ കട്ടിയാക്കി എടുക്കരുത്. ഇതിപ്പോൾ കുറച്ചൊന്ന് കട്ടി കൂടി പോയിട്ടുണ്ട്. ഞാൻ ശർക്കരപ്പാനി അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഒന്ന് കട്ടി കൂടി പോയിട്ടുണ്ട്. പ്രശ്നമില്ല. പക്ഷെ നല്ലോണം കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശർക്കരപ്പാനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. കാരണം പെട്ടെന്ന് ഇത് മിക്സ് ആയിട്ട് വരില്ല. അപ്പം ഒരുപാട് കട്ടിയാകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിനെ ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഈ ഒരു മാവിലേക്ക് ശർക്കരപ്പാനി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കാം. നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മളിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ എല്ലാം നമ്മൾ ചേർക്കുന്നതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പാനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കാപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മാവ് ഒന്ന് കുറുകി, അതായത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് നെയ്യും അതേപോലെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം. അപ്പം ചിലർക്ക് 1/2 കപ്പ് നെയ്യ് ചേർക്കുന്നതിനോട് താല്പര്യം ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് നെയ്യും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു 1/2 കപ്പിൽ നിന്ന് ആദ്യം നമുക്ക് 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു നെയ്യ് മാവിൽ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ ഒരു സൈഡിൽ കാണുന്ന നെയ്യ് മുഴുവനും ഈ ഒരു മാവിലേക്ക് മിക്സായി വരണം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു നെയ്യ് നമ്മുടെ ഈ ഒരു മാവിൽ മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒന്നുകൂടി നന്നായിട്ട് കുറുകി ചെറുതായി കളറിലൊന്ന് മാറി വരും. അപ്പം ഈ ഒരു 1/4 കപ്പ് നെയ്യ് മുഴുവനും ഈ ഒരു മാവിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് നെയ്യ് കൂടി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തീയൊന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു നെയ്യ് ഇതിലേക്ക് മിക്സായി നമ്മുടെ ഈ ഒരു ഹലുവ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇതിന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സൈഡിലൊന്നും ഈ ഒരു നെയ്യ് കാണാനേ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെയ്യ് മുഴുവനും ഈ ഒരു ഹൽവയിൽ നല്ലവണ്ണം മിക്സ് ആയിട്ട് വരും. ഇപ്പം നമ്മൾ ഒഴിച്ച നെയ്യ് മുഴുവനും ഈ ഒരു ഹൽവയിൽ നന്നായി മിക്സ് ആയിട്ട് കളറിൽ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഹൽവ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയെടുത്തതാണ്. ഈ ഒരു നുറുക്കിയെടുത്ത അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു അണ്ടിപ്പരിപ്പും ഈ ഒരു ഹൽവയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടോടുകൂടി നമുക്ക് നമ്മൾ എന്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു ഹൽവ ഒഴിക്കുന്നത് അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഹൽവ ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഹലുവ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിൽ നിന്ന് മാറ്റാം. പക്ഷെ ഇപ്പം തന്നെ ഇത് നന്നായിട്ട് സെറ്റായി സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചൂടോടുകൂടി നമ്മൾ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവയാണ്. അപ്പം നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ മതി. മുഴുവനായിട്ട് തണുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും. അതിനുശേഷം നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഹലുവ നന്നായി ഉറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവയാണിത്. നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ഒരു ടേസ്റ്റാണിത്. നമ്മൾ സാധാരണ ഹലുവ ഉണ്ടാക്കുന്ന അത്ര സമയമൊന്നും ഇതിന് വേണ്ട. ഞാനിപ്പോൾ ഇത് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 1/2 മണിക്കൂർ വേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഹലുവിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ഗോതമ്പിൻ്റെ പാല് പെട്ടെന്ന് കുറുകി വരുന്നത് കൊണ്ട് തന്നെ അത്ര സമയം എടുക്കില്ല. അപ്പം ടേസ്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റുള്ള ഹലുവിനേക്കാൾ അപേക്ഷിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഹലുവയ്ക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹലുവയാണ്. ഏകദേശം ഒരു കണ്ണൂരിൽ കിട്ടുന്ന കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.